ഹരേ ബ്രഹ്മാർപ്പണമസ്തു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ശ്രീകൃഷ്ണ പരമാത്മാവ് എല്ലായ്പ്പോഴും തൻ്റെ ശിരസിൽ മയിൽപ്പീലി അണിയുന്നതിൻ്റെ കാരണമെന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചാണ് പ്രതിപാദ്യം. എന്താണ് ഇതിനുള്ള കാരണം? ത്രേതായുഗത്തിൽ ശ്രീരാമ ലക്ഷ്മണ സീതാദേവി ഈ 3 പേരും അടവിയിൽ വിഹരിക്കണ സമയഭാവത്തിൽ ഒരു ദിനത്തിൽ ഭഗവതിക്ക് അതിയായ ദാഹമുളവാകുകയാണ്. ദാഹപരവശയായ ഭഗവതി രാമദേവൻ്റെ അടുക്കൽ പറയണു, അല്ലയോ ഭഗവാൻ, എനിക്ക് ദാഹത്തിനാൽ പരവശയായിരിക്കുകയാണ്. ആയതുകൊണ്ട് കുറച്ച് ശുദ്ധജലം ലഭ്യമാകണം. ഇത് കേട്ട ശ്രീരാമചന്ദ്രൻ ചുറ്റുപാടെല്ലാം അന്വേഷിച്ചെങ്കിലും നിരാശനായി എന്നുള്ളതാണ് ഫലം. ഭഗവാൻ പിന്തിരിഞ്ഞില്ല. തൻ്റെ ഏറ്റവും പ്രാണഭാവത്തിൽ കുടികൊള്ളണ സാക്ഷാൽ ജഗദംബികയാകണ ഭൂമിദേവിയെ പ്രാർത്ഥിക്കുകയും അതിൻ ഫലമായി ഭൂമിദേവി തൻ്റെ ഇഷ്ടപക്ഷിയാകണ മയിലിനെ ശ്രീരാമചന്ദ്രൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ഈ മയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ജലപാതം കാണിച്ചു തരുമെന്നാണ് ശ്രീരാമചന്ദ്രൻ്റെ അടുക്കൽ ഭഗവതി പറയണ മാത്രയിൽ അതിനെ പിന്തുടരുക എന്ന് ഭഗവതി പറഞ്ഞു. അനേക ദൂരങ്ങൾ പോകുക വഴി മയിലിനൊപ്പം എത്തുവാൻ ശ്രീരാമചന്ദ്രന്മാർക്ക് കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിയ മയിൽ തൻ്റെ തൂവലുകൾ ഓരോന്നായി പൊഴിയിക്കുകയും ജലപാതത്തിൻ്റെ അടുക്കൽ വരെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും തൻ്റെ തൂവലുകൾ എല്ലാം നഷ്ടമായ മയിൽ ദേഹം വെടിയുകയും തൻ്റെ പത്നിക്ക് വേണ്ടിയിട്ട്, തനിക്ക് വേണ്ടിയിട്ട് ശ്രേഷ്ഠമായിട്ട് ദേഹം പോലും ഉപേക്ഷിച്ച ആ പക്ഷിയോട് ശ്രീരാമന് അതിയായ സ്നേഹവും ബഹുമാനവും തോന്നുകയും തൻ്റെ അവതാരഭാവങ്ങളിലെല്ലാം ഈ ഒരു ധർമ്മം എല്ലാ ജീവികളിലും കുടികൊള്ളണം, സച്ചിദാനന്ദ സ്വരൂപിണിയായിരിക്കണം ഭഗവതി തന്നിലേക്ക് അയച്ചിരിക്കണ ആ തേജസ്സിൻ്റെ തൂവലുകൾ തനിക്ക് ആഭരണമാകും എന്ന് കൽപ്പിക്കുകയും ആയത് പ്രകാരം ആ പക്ഷിക്ക് മോക്ഷവും ശ്രീരാമചന്ദ്രൻ തൊട്ടടുത്തുള്ള ദ്വാപരയുഗത്തിലേക്ക് കടന്നപ്പോൾ കൃഷ്ണനായി അവതരിക്കുകയും തൻ്റെ പ്രേമഭാവം ആ മയിലിലെ ആ നിസ്വാർത്ഥ സേവനം അതിനെ മാനിച്ച് ഭഗവാൻ അതിൻ്റെ തൂവലുകൾ ധാരണം ചെയ്തു എന്നുള്ളതാണ് ശാസ്ത്രസത്യം.